ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നിതാ വീക്കെൻഡിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചിക്കൻ ബിരിയാണീൻ്റെ നല്ലൊരു റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അന്ന് പുറത്ത് പോയതും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച എടുത്തതാണ്. അതുകൊണ്ട് ഇന്ന് സ്കൂളൊന്നുമില്ല, എല്ലാവർക്കും ലീവാണ്, മക്കളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ നീക്കാനൊക്കെ കുറച്ച് നേരം വൈകിട്ടുണ്ട്. ഇങ്ങനെ മടി പിടിച്ച് കുറച്ച് നേരമൊക്കെ കിടന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വരുന്നത്. പിന്നെ ഇന്ന് ഉച്ചക്കൽക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് എഗ്ഗ് സാൻഡ്വിച്ചാണ് കേട്ടോ. അങ്ങനെ ചായപ്പൊടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം രാവിലത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ കഴിഞ്ഞ ദിവസം ഞാൻ സിറ്റി സ്റ്റാറിൽ പോയിട്ടുണ്ടായിനി കേട്ടോ. അവിടുന്ന് ഇതാ കിച്ചണിലേക്ക് 2 പുതിയ ആൾക്കാരെ വാങ്ങിയിട്ടുണ്ടായിനി. അപ്പോൾ അത് അൺബോക്സ് ചെയ്തിട്ട് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. ഒന്നിൽ ഓയിൽ ഒഴിച്ച് വെക്കുക, മറ്റേതിൽ ഉപ്പോ കുരുമുളക് പൊടിയോ ഇട്ട് വെക്കുക. ഇത് വുഡൻ ലിഡോട് കൂടിയാണ് വരുന്നത്. പിന്നെ സെറാമിക് സ്പൂണാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതാ ഇത് വെക്കാൻ ഒരു ട്രേ ഉണ്ട്, അതും വുഡിൽ തന്നെ ഉള്ളതാണ്. ഈ ഒരു സെറ്റിന് 1.5 KD വരുന്നത്. ഇതിൽ 2 കളറാണ് ഇട്ടുള്ളത്, ഈ ഒരു വൈറ്റും പിന്നെ ഡാർക്ക് ഗ്രീനും ആണ്. എനിക്ക് വൈറ്റ് ആണ് കേട്ടോ ഒന്നുകൂടെ ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഏതായാലും ഇതൊന്ന് വാഷ് ചെയ്ത് നന്നായിട്ടൊന്ന് ഉണങ്ങിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഉപ്പൊക്കെ ഇട്ട് വെക്കണത്. ഇതാ ഈ ഒരു കപ്പ് ഉണ്ടല്ലോ, ഇതും അതിൻ്റെ കൂടെ വാങ്ങിയതാണ് കേട്ടോ. ഇതിന് 300 ഫിൽസേ ഉള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു കപ്പാണ്. ഇതിൽ ചായ കോഫിയെ കുടിക്കുകയാണെങ്കിൽ 2 ദിവസത്തിന് പിന്നെ ചായ ഒന്നും വേണ്ടി വരില്ല കേട്ടോ, അത്രക്ക് വലുതാണ്. ഞാനേതായാലും ചായ കുടിക്കാനൊന്നും വാങ്ങിയതല്ല കേട്ടോ. വലിയൊരു കപ്പ് കണ്ടപ്പോൾ നല്ലൊരു രസം തോന്നി. പിന്നെ അതിൽ വേണമെങ്കിൽ നമുക്ക് എഗ്ഗൊക്കെ ബീറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റുമല്ലോ. ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചും ചെയ്ത് ഗരം മസാല നോക്കിയപ്പം ബോട്ടിൽ കാലിയുമാണ്. പിന്നെന്താ ചെയ്യാലേ, പിന്നെ ഒന്നും നോക്കിയില്ല. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇതാ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം വേണം കേട്ടോ ഇങ്ങനെ പൊടിച്ചെടുക്കാൻ. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പോയിട്ടേ ഉള്ളൂ. സൈമോക്ക് ഇതാ ഒരു ഓൺലൈൻ മദ്രസ ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് ഓൾ അവിടെ ഇരുന്നിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബിരിയാണി ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ മസാലയൊക്കെ ഒന്ന് ആക്കി വെക്കുകയാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വിനെഗറും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് ഈ ചിക്കന് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ തേച്ചിട്ട് തലേദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. പക്ഷെ ഞാനിവിടെ ഒരു 10-15 മിനിറ്റ് മാത്രമാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളൂ. പോക്കിനിതാ ഇതിവിടെ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. ബാക്കി പിന്നെ ഞാൻ ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനി ഇതാ ഇതിൽ ഉപ്പൊക്കെ ഒന്ന് ആക്കി വെക്കുകയാണ്. ഇതാ ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ഇനി ഇതാ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ട ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മസാല ഉണ്ടാക്കാൻ വിചാരിച്ച ആ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇതാ ബിരിയാണിക്ക് വേണ്ട അരിക്കൊന്ന് അളന്നെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നാട്ടിലത്തെ അരി ഇതുപോലെ വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല എന്നാട്ടോ തോന്നുന്നത്. ഇവിടുന്ന് ഞാൻ അങ്ങനെ ചെയ്യലുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യലുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും ഒക്കെ ഉണ്ടാക്കല്. അപ്പോൾ ഏതായാലും ഇതാ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിനി മസാലയിൽ കിടന്നിട്ട് ഒന്നുകൂടെ വെന്ത് വരുമല്ലോ. പിന്നെ ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഇവിടെ ദിയമോക്കൊക്കെ ഇതുപോലത്തെ ബിരിയാണി കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കല്. പിന്നെ ഇതാ ബിരിയാണിക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ മുന്നേ തന്നെ എല്ലാ സാധനങ്ങളും കട്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലത്ത് വെക്കാൻ നോക്കുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തീരുകയും ചെയ്യും, കൂടുതൽ പണിയായിട്ട് തോന്നില്ല. അപ്പോൾ ചോറ് നെയ്ച്ചോറാക്കിയിട്ട് കുക്കറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. അങ്ങനെ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിസിൽ വന്നാൽ പെട്ടെന്ന് തന്നെ നെയ്ച്ചോറായി കിട്ടുമല്ലോ. ഇനി ഇതാ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് കുറച്ചും കൂടെ ഓയിലും കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുക. എന്നിട്ടാണ് കേട്ടോ ഈ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇതാ ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടണ വരെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക.
ഇനി ഇതാ ആവശ്യത്തിനുള്ള ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതാ തക്കാളിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വാടി വരുന്നവരെ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ തക്കാളി അത്രക്ക് നല്ലതല്ലേ, ഇനി കാണാൻ നല്ല പഴുത്ത പോലെ ആണെങ്കിലോ അങ്ങനെ അധികം നെങ്ങാത്ത സൈസ് ഉണ്ടല്ലോ, അങ്ങനത്തെ തേനീട്ടോ. ഇവിടെ ചില ടൈമിൽ അങ്ങനത്തേതാണ് കിട്ടുക. അപ്പോൾ അതിന് അത്രക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിലേക്ക് വേണ്ട മല്ലിയിലയും പുതിനയിലൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. തക്കാളി വാടി വന്നാൽ പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരും ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതാ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും, അതുപോലെ മല്ലിയില പുതിനയില ഞാൻ കട്ട് ചെയ്തിട്ടല്ല കേട്ടോ ചേർക്കുന്നത്, ഇങ്ങനെ അരച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ചിക്കനിൽ മസാല നന്നായിട്ടൊന്ന് മിക്സായി വരണം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ആ ഒരു സമയം കൊണ്ട് ഇതാ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിൻ്റെ ശേഷം കുക്കർ തുറന്നിട്ട് നെയ്ച്ചോറ് ഇതാ ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ബിരിയാണിക്ക് വേണ്ട മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ദമ്മിടാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ദമ്മിടുന്നതിന് മുന്നായിട്ട് സ്റ്റൗ ടോപ്പ് ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ആകെ വൃത്തിയേടായി കിടക്കണ കണ്ടില്ലേ. സത്യം പറയാലോ, എനിക്കിങ്ങനെ സ്റ്റൗ ടോപ്പ് ആയാലും കൗണ്ടർ ടോപ്പ് ആയാലും അധികം വൃത്തിയേടായി കിടക്കണ കാണാൻ തീരെ ഇഷ്ടമില്ല കേട്ടോ. അതെന്ത് പണീൻ്റെ ഇടയിലാണെങ്കിലും ഞാൻ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത പണി ചെയ്യാനുള്ള പരിപാടി നോക്കുള്ളൂ. ഇപ്പം തന്നെ ഈ ഒരു സ്റ്റൗ ടോപ്പ് നന്നായിട്ട് ചൂടുണ്ട്. എന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇടയിൽ ചെയ്താൽ നമ്മളെ കിച്ചണിലുള്ള പണി അധികം ഭാരമായിട്ട് തോന്നൂല കേട്ടോ. കുറേ സാധനങ്ങൾ അവിടെയും ഇവിടെയും കിടക്കുമ്പോഴാണല്ലോ കൂടുതൽ പണിയായിട്ട് തോന്നുക, കൂടുതൽ മടിയായിട്ടും തോന്നുക. ഇനി ഇതാ ബിരിയാണി ദമ്മിടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മസാലേൻ്റെ മുകളിൽ കുറച്ച് ചോറിട്ട് പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ മല്ലിയില പുതിനയില ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 2-3 ലെയർ ആയിട്ട് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ. ഇതിൻ്റെ മൂടി അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിനി. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടായിനി കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുള്ളത്. ഇത് സലാഡിനൊക്കെ ഉപയോഗിക്കുന്ന ഇലയാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ കുറച്ചൊന്ന് വാടിയ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതാ കുക്കുംബറൊക്കെ ഇട്ടിട്ട് തൈര് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു വലിയ കപ്പ് ഉണ്ടല്ലോ, അതിലാണ് കേട്ടോ റെഡിയാക്കിയത്. ഇനി ഇതാ കുറച്ച് മിൻറ്റ് ലൈം ഉണ്ടാക്കുകയാണ്. ബിരിയാണീൻ്റെ കൂടെ മിൻറ്റ് ലൈം കുടിക്കാൻ എല്ലാവർക്കും ഒരു പൂതി, അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് പുതിനയിലയും പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ പുറമുള്ള തൊലിഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതും കൂടെ ചേർക്കുക. പിന്നെ ചെറിയ പീസ് ഇഞ്ചിയും ആവശ്യത്തിനുള്ള പഞ്ചസാരയും വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കളറ് കാണാനാണ് കേട്ടോ നല്ല രസം. പിന്നെ ഞാൻ എല്ലാ ഗ്ലാസ്സിലും 2 മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെറുതെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇതാ മിൻറ്റ് ലൈമും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ മോൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന്. അപ്പോൾ വേറെ ഒന്നിനുമല്ല, ഇതിങ്ങനെ ഓടിക്കുന്നത് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓന് സൈക്കിൾ ഓട്ടുകയാണെങ്കിലും ഇത് ഓടിക്കുകയാണെങ്കിലും അതൊക്കെ നമുക്ക് കാണിച്ചു തരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതാ ബിരിയാണി ഒന്ന് മിക്സാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഇക്കയാണ് കേട്ടോ അത് മിക്സാക്കി തരുന്നത്. ഫുള്ളായിട്ട് മിക്സ് ആക്കണില്ല, കുറച്ചൊരു പാത്രത്തിൽ ഇട്ടിട്ട് അങ്ങനെ മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് ബിരിയാണി ആക്കിയിട്ട് അത് എല്ലാവരുടെ പ്ലേറ്റിലും ആക്കി വെച്ചിക്കാണ്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമാണല്ലോ ആ ഒരു ബൗളിൻ്റെ ഷേപ്പിൽ. അപ്പോൾ മക്കൾക്കൊക്കെ ഇങ്ങനെ ആക്കി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വയറ് നിറയാൻ ആ ഒരു ബൗളിലെ ചോറ് തന്നെ മതി, പിന്നെ ഇടേണ്ട ആവശ്യമൊന്നും വരൂല. അങ്ങനെ ഇതാ എല്ലാവരും കൂടെ ഇരുന്ന് അങ്ങനെ കഴിക്കുകയാണ്. പിന്നെ തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിനി കേട്ടോ. ചിക്കന് ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സാധാ ഉണ്ടാക്കണേക്കാളും ഒന്നുകൂടെ ടേസ്റ്റ് ഉള്ള ബിരിയാണി ആവും ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ഭക്ഷണം കഴിക്കലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാവരും കൂടെ ഇരുന്ന് കുറച്ചു നേരം കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് അങ്ങനെ ഇരുന്ന് കേട്ടോ. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ളതൊക്കെ മറന്നുപോയി. പിന്നെ ഞാൻ ഇതാ മെഷീനിൽ ഡ്രസ്സൊക്കെ ഇടാണ്. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തത് സ്റ്റാൻഡിൽ ഇടാനൊക്കെ ഉണ്ടായിനി. പിന്നെ മഗ്രിബാങ്ക് കൊടുത്തപ്പോൾ എല്ലാവരും നിസ്കരിക്കാനൊക്കെ പോയി. പിന്നെ ഇതാ സൈമോക്ക് കരാട്ടെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് പോകാനുള്ള സമയമായിട്ടുണ്ടായിനി. അതുകൊണ്ട് ഓക്കെ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ തലേ ദിവസം ഇക്ക കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിനി. അപ്പോൾ അത് മതി പറഞ്ഞപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുകയാണ്. പിന്നെ സൈമോള് പോയിട്ടോ, ഓളെ കൊണ്ടുപോയി വിടലാണ്. അങ്ങനെ സൈമോളെ കൊണ്ടുപോയി വിട്ടതിൻ്റെ ശേഷം ഇക്ക അപ്പം തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിനി. അത് കഴിഞ്ഞിട്ട് ഓളെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് കേട്ടോ പോയത്.
അപ്പോൾ ഇതാ ഇക്കാക്ക് ഇവിടുന്ന് ഒരു ചായ കുടിക്കാൻ പോതി. ഇത് സാൽമിയയിലുള്ള ഒരു ഷോപ്പാണ്. ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കാണ് കേട്ടോ ഉണ്ടാവല്. ഇവിടുത്തെ ചായന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഈ ഷോപ്പിന്റെ പേര് പോലെ തന്നെ ചക്കരയാണ് കേട്ടോ ഒരു ചായയില് പഞ്ചസാരക്ക് പകരം ചേർക്കുന്നത്. ചായ വാങ്ങാൻ ജോയ്മോനും പോയിട്ടുണ്ട്. എവിടെ ഇക്ക ഇറങ്ങുകയാണെങ്കിലും ഓനക്ക് ആദ്യം ഇറങ്ങണം കേട്ടോ. അഥവാ കൂട്ടാണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, ഭയങ്കര കച്ചറാവും. ഇതാണ് കേട്ടോ ആ ചായ. എനിക്ക് പാല് വാർന്ന ചായ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുടിച്ചിട്ടില്ല. പിന്നെ ഇതാ ഉള്ളിവടിയും പനിയാരും വാങ്ങിയിട്ടുണ്ടായിനി. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇതില് മധുരവും ഇല്ല എരിവും ഇല്ല, അങ്ങനത്തെ ഒരു ഐറ്റാണ്. അപ്പൊ ഇത് ദോശമാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് എന്നാട്ടോ തോന്നുന്നത്. അപ്പോക്കിന് ജയ്മോളെ കരാട്ട ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിനി. അങ്ങനെ ദാ ഓളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയി. ജോയ്മോൻക്ക് ഒരു സ്കൂളിൽ പോയാലും ഇതുപോലെ കരാട്ട ക്ലാസ്സിനൊക്കെ വന്നാൽ ഓരെ കൂട്ടാൻ വരുന്നത് ഭയങ്കര ഇഷ്ടാ. പിന്നെ ഇതാ നമ്മള് സാൽമിയയിലുള്ള സിറ്റി സെന്റർക്കാണ് കേട്ടോ വന്നത്. അവിടെ കുട്ടികൾക്ക് കളിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ വരണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ്. ജയ്മോക്ക് ഞാൻ വേറെ ഡ്രസ്സ് എടുത്തിട്ട് വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഇതാ അതിൻ്റെ ഉള്ളിൽ ഫുഡിൻ്റെ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. കടുക്ക കണ്ടപ്പോൾ ഒന്ന് നോക്കിയതേനി. കല്ലുമ്മക്കായൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കടുക്കാന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മസാല ഒന്നും തേക്കാണ്ട് അങ്ങനെ ബോയിലാക്കി വെച്ചതാണ് കേട്ടോ. അപ്പം നമുക്കത് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ. നമ്മൾ നല്ല മസാലയിലും എരിവിലൊക്കെ കഴിക്കുന്ന ആൾക്കാരല്ലേ. അതുകൊണ്ട് അത് വാങ്ങിയിട്ടില്ല. പിന്നുള്ളത് ചെസ്നട്ട് വേവിച്ചതാണ്. അങ്ങനെ മക്കളെ കളി ഏകദേശം കഴിഞ്ഞേരം ഞാനൊന്ന് കളത്തിൽ ഇറങ്ങിയിട്ടോ. ഇവിടൊക്കെ വരുമ്പോൾ എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കളിക്കാൻ. ഇപ്പൊ കുറെ ആയിട്ടോ നമ്മള് മക്കളെയും കൊണ്ട് ഇതുപോലെ കളിക്കുന്ന സ്ഥലത്തൊക്കെ വന്നിട്ട്. അപ്പോൾ ഓർക്കും തന്നെ കുറെ ദിവസത്തിന് ശേഷം വന്നുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ടിക്കറ്റ് നമ്മളെ കാർഡിലേക്ക് ആക്കിയിട്ട് ഇത്ര പോയിന്റ് ആയിക്കാണെങ്കിൽ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ആ ഒരു പോയിന്റിനുള്ള സാധനം നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ കിട്ടിയതാണ് ജോയ്ക്ക് ഈ ഒരു ട്രക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ആ ഒരു കുഞ്ഞു ട്രക്ക്. അത് അപ്പം തന്നെ അവിടെ ഓടിച്ചൊക്കെ നോക്കാണ്. പിന്നെ അതാ എല്ലാവർക്കും ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കൊടുത്ത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങള്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.